നിങ്ങൾ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കർക്കിടക മാസം 7-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 23-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ചത്തെ സൂര്യോദയം നിങ്ങൾക്കറിയാം. കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലവും നിങ്ങൾക്ക് സുപരിചിതമാണ്. 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാളെ വ്യാഴാഴ്ചയാണ്, വിശാഖം നക്ഷത്രമാണ്. വ്യാഴാഴ്ചയും വിശാഖം നക്ഷത്രവും ഒന്നിച്ചു വരുമ്പോൾ അത് മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ട ദിനമാണെന്നറിയണം. പുണർതം, വിശാഖം, പുരുരുട്ടാതി ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണുവാകുന്നു, വ്യാഴമാകുന്നു. വ്യാഴം ആരാണ്? ജീവോ നാരായണ. വ്യാഴം മഹാവിഷ്ണുവാണ്. അതിനാൽ നാളെ തിഥി കാലത്ത് 7:05 വരെ ഒഴിഞ്ഞ തിഥി നവമി തിഥി. 7:05 കഴിഞ്ഞാൽ വെളുത്ത പക്ഷത്തിലെ ദശമി തിഥി വളരെ ശക്തമായ തിഥിയാണ്. വ്യാഴാഴ്ചയാണ്, വിശാഖ നക്ഷത്രമാണ്, ദശമി തിഥിയാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല, പാൽപ്പായസം ഭഗവാനെ സമർപ്പിക്കുക, നാരായണ കവചം, വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് വളരെ അനുകൂലമായ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഓറയെ പ്രദാനം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുളസിമാല, പാൽപ്പായസം ഭഗവാനെ സമർപ്പിക്കാം, അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക, സുദർശന ഹോമവും ചെയ്യാം. ശത്രുദോഷങ്ങളൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭ മുഹൂർത്തം, വളരെ അനുകൂലമായ മുഹൂർത്തമാകുന്നു. കാലത്ത് 10:45 മുതൽ 12 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളത്തെ പ്രസ്തുത സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്. പ്രാർത്ഥന ഞാൻ പറഞ്ഞു, മുഹൂർത്തം പറഞ്ഞു, എല്ലാം വളരെ ശുഭമായി ഭവിക്കട്ടെ നാളത്തെ ദിനത്തിലെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.